ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ ഈ വീക്കിലെ തന്നെ നിഫ്റ്റി ട്രേഡിംഗ് ക്ലോസ് ചെയ്തേക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി ഇന്നൊരു ഗ്യാപ്പ് ഡൗണിൽ തുടങ്ങി. ഇന്ന് എവിടെയാണ് സപ്പോർട്ട് എടുത്തത്? 24,495 എന്ന റേഞ്ചിൽ സപ്പോർട്ട് എടുത്തു. ഞാൻ 15 മിനിറ്റിലേക്ക് ഞാൻ പോവുകയാണ്. നിഫ്റ്റി നിലവിൽ നമ്മൾ രണ്ട് സോണാണ് പറഞ്ഞിരുന്നത്. ഒന്ന് 24,495 ആൻഡ് 23,940. ഈ രണ്ട് റേഞ്ചിലാണ് ഞാൻ പറഞ്ഞിരുന്നത് നിഫ്റ്റി സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ രാവിലത്തെ ഷോർട്സിൽ വ്യക്തമാക്കിയിരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ഫസ്റ്റ് സോണിൽ തന്നെ സപ്പോർട്ട് എടുത്ത് അപ്പ് പോകാനുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ ഇറാൻ അല്ലെങ്കിൽ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൻ്റെ പേരിൽ ഇപ്പം മാർക്കറ്റിലൊരു പാനിക് ഉണ്ട്. നമ്മളെപ്പോലെ സാധാരണ ട്രേഡേഴ്സും ഇപ്പോൾ ഒരു പാനിക് തന്നെയായിരിക്കും. കാര്യം ഇറാൻ യുദ്ധം കൂടിപ്പോയാൽ മാർക്കറ്റ് വലിയ രീതിയിൽ ക്രാഷ് ചെയ്യും. നമുക്ക് തന്നെ ഇതിലൊരു ചാർട്ടിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. ഇവിടെ നിന്ന് ക്രാഷ് ചെയ്താൽ പിന്നെ അടുത്ത പോയിൻറ്റ് 23,908 ആണ്. പിന്നെ വലിയൊരു ഫോൾ ആയിരിക്കും നടക്കുന്നത്. പക്ഷേ നമ്മൾ അത്രയും പാനിക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളൊക്കെ ചെറിയ പൊസിഷൻസ് ഒക്കെയാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അത് കോൺഫിഡൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഞാനും അങ്ങനെയാണ്. ഞാൻ ചെറിയ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഹോൾഡ് ചെയ്യും. കാര്യം എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സോൺ 24,470 to 24,322 ഈ ഒരു സോണിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ, ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നിഫ്റ്റി തിരിച്ച് വീണ്ടും 25,239 പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, എൻ്റെ ഒരു സ്റ്റഡി അങ്ങനെയാണ്. സോ ഇപ്പോൾ നിഫ്റ്റി ഇപ്പോഴും സ്ട്രോങ് ആണെന്ന് ഞാൻ പറയുന്നതിൻ്റെ വേറൊരു കാര്യം ഞാൻ വ്യക്തമാക്കാം. അപ്പോൾ എൻ്റെ ഈ വാച്ച് ലിസ്റ്റ് കണ്ടല്ലോ, ഈ റെഡ് ലിസ്റ്റ് എന്നിട്ടേക്കുന്ന ഈ വാച്ച് ലിസ്റ്റ് നമ്മൾ നോക്കിയാൽ അറിയാം. എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന രീതിയിലാണ് ഞാൻ നിഫ്റ്റി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നു ഞാൻ തീരുമാനിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് ഞാൻ ഇട്ടേക്കുന്നത് ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി ഞാൻ നോക്കാറില്ല തൽക്കാലം. ഞാനത് പിന്നെ ഒരു ദിവസം വ്യക്തമാക്കാം ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ റിലയൻസ് ഞാൻ നോക്കുന്നത്. റിലയൻസ് ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തു. 1420 എന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തു. എവിടെ വരെ ഹൈ പോയി? 14,770 എന്ന റേഞ്ചിൽ ഹൈ പോയി. എന്നിട്ട് നിഫ്റ്റി ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന സോൺ ഈ 10-20 മൂവിങ് ആവറേജ് അല്ലെങ്കിൽ EMAയിലാണ് നിഫ്റ്റി റിലയൻസ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സോണിൽ ഇന്ന് ഇത്രയും വലിയൊരു സെൽ ഓഫ് വന്നിട്ടും റിലയൻസ് എന്ന സ്റ്റോക്ക് ഹോൾഡ് ചെയ്തു. ഇവിടെ നിന്ന് ബയേഴ്സ് വീണ്ടും ഉണ്ടായി. സോ അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്ക് സൂപ്പർ സ്ട്രോങ് ആണ് എന്ന് തന്നെയാണ്. നിഫ്റ്റിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് ശ്രീറാം ഫിനാൻസിലേക്ക് പോകാം. നോക്കി ഇന്നത്തെ ആദ്യത്തെ സെൽ ഓഫിന് ശേഷം ശ്രീറാം ഫിനാൻസ് വീണ്ടും ഒരു ബൈയിങ് പ്രഷർ ഇവിടെ വന്നു. ഈ ഒരു ലോയിൽ നിന്ന് ബൈയിങ് പ്രഷർ വന്നു. 10-20 EMA 10-21 EMAയുടെ ഭാഗത്തു നിന്നാണ് ഒരു ബൈയിങ് പ്രഷർ വന്നത്. ITD സിമെൻറ്റേഷൻ ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 828 വരെ ഹൈ പോയ സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ 758. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവിടെയും 10-21 EMAയിൽ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുകയാണ്. സിപ്ല കണ്ടില്ലേ, ഇന്ന് ഒന്ന് താഴെ ഇറങ്ങി, ബട്ട് സ്റ്റോപ്പ് ലോസിലേക്ക് പോയിട്ടില്ല. 1474 എന്ന റേഞ്ചിലേക്ക് പോയിട്ടില്ല. തിരിച്ച് ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും ബൈയിങ് പ്രഷർ തന്ന് മുകളിലോട്ട് പോയി. അതായത് ഈ 10-21 EMAയിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വാച്ച് ലിസ്റ്റ് സ്റ്റോക്കുകളുടെ അവസ്ഥ. അപ്പോൾ അതായത് ഈ ഒരു 10-21 EMAയിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നിടത്തോളം മാർക്കറ്റ് തിരിച്ച് ശക്തമായി മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് കുറച്ച് സ്റ്റോക്കുകളും കൂടെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് പോകാം. ഇതൊക്കെ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്ന സ്റ്റോക്കുകളാണ് കേട്ടോ. അതായത് ട്രേഡ് എടുക്കാൻ പോസിബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ ജസ്റ്റ് സ്റ്റഡി പർപ്പസിന് വേണ്ടി ഞാൻ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ബാക്കി സ്റ്റോക്കുകളുടെ അവസ്ഥകൾ കണ്ടിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. SIS ഇന്നും മാർക്കറ്റ് സെൽ ഓഫ് തന്നു. 361 എന്ന 362 ലോ വന്നു. തികച്ച് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 370. അടുത്തത് റാലീസ്. ഇതൊക്കെ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്ന സ്റ്റോക്കുകളാണ്. SW സോളാർ കണ്ടില്ലേ, ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ഇന്നലത്തെ ഹൈ 351, ഇന്ന് 316 ആണ് ക്ലോസിങ് വന്നേക്കുന്നത്. എന്നിട്ടും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഈ ഒരു റേഞ്ചിൽ വലിയ സെൽ ഓഫ് ഒന്നും കണ്ടിട്ടില്ല. SGBL ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളാണ്. കണ്ടില്ലേ, ഈ സ്റ്റോക്കുകളെല്ലാം സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള. ആൻഡ് KPI ഗ്രീൻ കണ്ടില്ലേ, ഇത് ഞാൻ ട്രേഡിൽ നോക്കി വെച്ചിരുന്ന സ്റ്റോക്കാണ്. ഇന്നൊരു മോസ്റ്റ്ലി ഒരു 533 മുകളിൽ ട്രേഡ് വാച്ച് ചെയ്യാൻ വെച്ചിരുന്നതാണ്. ബട്ട് മാർക്കറ്റിൽ നിന്ന് സെല്ലിങ് നടന്നു. നോക്കിയേ, ഇതും 10-21 EMAയിൽ KPI ഗ്രീൻ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ എബോവ് 506 മൺഡേ പോവുകയാണെങ്കിൽ ഇതിൽ വീണ്ടും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, ഗോദ്രേജ് ഇൻഡസ്ട്രീസ് കണ്ടില്ലേ, ഒരു ബ്രേക്ക് ഔട്ട് തന്നു. തിരിച്ച് പുൾ ഓഫ് ഒരു റീടെസ്റ്റ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇത്രയും വലിയ മാർക്കറ്റ് ക്രാഷ് നടന്നിട്ടും ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഹോൾഡ് ചെയ്ത് നിന്നേക്കുന്ന ഒരു 10-21 EMAയിൽ ഹോൾഡ് ചെയ്ത് നിന്നേക്കുകയാണ്. അടുത്തത് ടൈം ടെക്നോപ്ലാസ്റ്റ്. ഈ സ്റ്റോക്ക് കണ്ടോ, മാർക്കറ്റിൽ നിന്ന് ഇടി വന്നു. ഓൾമോസ്റ്റ് ഒരു 444 നിന്ന്
431 നിന്ന് 416 വരെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. ഇവിടെയും ടൈം ടെക്നോപ്ലാസ്റ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് അദാനി എൻ്റർപ്രൈസ് ഒരു ബ്രേക്ക് ഔട്ട് സോണിലേക്ക് വരുമായിരുന്നു. 2659 മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് അദാനി എൻ്റർപ്രൈസിൽ പ്രതീക്ഷിക്കാം. അതിന് മുന്നേ നമുക്ക് നോക്കിയാൽ അറിയാം, എവിടെയാണ് ഹോൾഡ് ചെയ്യുന്നത്, 1021 EMIക്കാണ് ഹോൾഡ് ചെയ്യുന്നത്. അദാനി എൻ്റർപ്രൈസും ഈ ഒരു സോണിൽ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ അദാനി എൻ്റർപ്രൈസ് എല്ലാം ഈ ഒരു സോണിന് മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ പ്രതീക്ഷിക്കാം. അടുത്തത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം. ഇന്നലെ നടന്ന ഒരു സെൽ ഓഫിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം 1021 EMI ബ്രേക്ക് ചെയ്ത് താഴെ വന്നു. ശേഷം ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിൽക്കുകയാണ്. തിരിച്ച് മാർക്കറ്റ് 420 മുകളിൽ പോയ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ വീണ്ടും ഒരു ട്രേഡ് പോസിബിലിറ്റി വരുന്നതായിരിക്കും. വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. അടുത്ത സ്റ്റോക്കാണ് MFSL. ഇപ്പോൾ ഞാനിത് 1 വീക്കായിട്ട് വാച്ച് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഇപ്പം ഇന്നത്തെ മാർക്കറ്റ് ക്രാഷിലും ജസ്റ്റ് ലൈറ്റായിട്ട് താഴോട്ട് വന്നു, തിരിച്ച് മാർക്കറ്റിൽ കയറി. ഒരു 1554 മുകളിൽ നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി MFSL വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. ഓക്കെ. അടുത്ത സുപ്രജിത്ത് എഞ്ചിനീയറിംഗ്. 1021 EMIയിൽ സപ്പോർട്ട് എടുത്തേക്കാണ്. എല്ലാ സ്റ്റോക്കും സെൽ ഓഫ് കഴിഞ്ഞിട്ട് തിരിച്ചൊരു ബൈയിങ് പ്രഷറിലേക്ക് വന്നു. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് കണ്ടില്ലേ. ഇപ്പോൾ ഓരോ സ്റ്റോക്കുകളും നമ്മൾ പരിശോധിക്കണം. നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാൻ പറ്റും നിഫ്റ്റി സ്ട്രോങ് ആണോ ഇല്ലയാണ്. നവ കണ്ടില്ലേ, നല്ലൊരു ബ്രേക്കൗട്ട് തന്നിട്ട് 550 എന്ന റേഞ്ച് ഹോൾഡ് ചെയ്യാണ്. 611 പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലിട്ടേക്കാം. ആൻഡ് ക്ലൗഡ് കണ്ടില്ലേ, IPO സ്റ്റോക്കാണ്. എന്നിട്ടും ഇന്നത്തെ ഒരു ക്രാഷ് വന്നതിന് ശേഷം ഹോൾഡ് ചെയ്യുന്ന കണ്ടോ, 1021 EMIയിൽ ഹോൾഡ് ചെയ്യണം. അപ്പം ജസ്റ്റ് ഞാൻ ഈ ഒരു 1021 EMI എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് നിഫ്റ്റിയുടെ സ്ട്രെങ്ത്ത് നോക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ സ്റ്റോക്സിൻ്റെ സ്ട്രെങ്ത്ത് പരിശോധിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ ഞാൻ വേറെ ട്രേഡിംഗ് ഇൻഡിക്കേറ്ററൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഇത് ജസ്റ്റ് നിഫ്റ്റി ഒരു സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത്ത് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഇത്രയും വാച്ച് ലിസ്റ്റ് സ്റ്റോക്കുകൾ കാണിച്ചു തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിഫ്റ്റി ഇപ്പോഴും സ്ട്രോങ് ആണെന്ന്. അപ്പം ഞാൻ വീണ്ടും വ്യക്തമാക്കുകയാണ്, ഈ ഒരു സോൺ ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം നിഫ്റ്റിയിൽ നമ്മൾ വലിയ പാനിക്കിൻ്റെ ആവശ്യമില്ല. മാർക്കറ്റ് വീണ്ടും അപ്പ് പോകാനുള്ള സാധ്യത നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കോഷ്യസ് ആയിട്ട് തിങ്കൾ ചൊവ്വ ട്രേഡിംഗ് ഡേയ്സ് എടുത്ത് തീരുമാനമെടുക്കുക. അപ്പോൾ ഞാൻ വലിയ സ്വിംഗ് പൊസിഷൻസിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം നമുക്കറിയത്തില്ല നിഫ്റ്റിയുടെ അവസ്ഥ. നമുക്കറിയാം, നമ്മളിപ്പോൾ എത്രയൊക്കെ പ്രിഡിക്റ്റ് ചെയ്താലും മാർക്കറ്റ് നമുക്കെതിരെ നമുക്ക് ചിലപ്പം പ്രവർത്തിക്കും. അപ്പം ഫണ്ടമെൻ്റലി അല്ലെങ്കിൽ ടെക്നിക്കലി ഞാനിവിടെ കാണുന്ന കാര്യം, നിഫ്റ്റി ഇപ്പോഴും ഈ ഒരു സെൽ ഓഫിനും സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ ആ സ്ട്രെങ്ത് അടുത്ത വീക്ക് ഉണ്ടായാൽ നല്ലൊരു ബുൾ റണ്ണ് ഈ വരുന്ന വീക്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ പുതിയ വാച്ച് ലിസ്റ്റ് സ്റ്റോക്കുകളുമായിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതായിരിക്കും, നല്ലൊരു വീഡിയോ ആയിട്ട്. അപ്പം അതും എല്ലാവരും കാണുക. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സൈനിങ് ഓഫ്. താങ്ക് യു.